പത്തനംതിട്ടയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ജനനം 1985 ഡിസംബർ 17-നാണ്. മാതാപിതാക്കൾ എ.കെ. ആന്റണിയും എലിസബത്ത് ആന്റണിയുമാണ്. മാതാപിതാക്കളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. ആ എ.കെ. ആന്റണിക്ക് തൻ്റെ മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെട്ടതുപോലും ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗത്തിനെതിരെ പ്രതികരിച്ചതിനാണ്. മാറാട് സംഭവവുമായി അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി കസേര നഷ്ടപ്പെടുവാൻ ഇടയാക്കിയത്. അദ്ദേഹത്തിൻ്റെ മകനായ അനിൽ ആന്റണിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇദ്ദേഹം അവിവാഹിതനാണ്. രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കാലിഫോർണിയയിലെ കാസ്പർ ലാബിൽ ഉപദേശകനായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും ന്യൂഡൽഹിയിലെ ഗ്രാൻഡ് തോൺടൺ LLPയിൽ ബിസിനസ് കൺസൾട്ടൻറ്റിൻ്റെ റോൾ ഏറ്റെടുത്തു. അതിനുശേഷം കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി മാറുകയും KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറായി 2019 മുതൽ 2023 വരെ ആ റോളിൽ പ്രവർത്തിച്ചു. AICC സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെല്ലിൻ്റെ ദേശീയ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരികെ 2023 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും BBC പ്രക്ഷേപണം ചെയ്ത ഡോക്യുമെൻ്ററിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് അനിൽ ആന്റണി കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും 2023 തന്നെ അദ്ദേഹം BJPയിൽ അംഗത്വമെടുത്ത് BJPയിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുഗ്രഹ ആശസ്സോടുകൂടി തന്നെ അദ്ദേഹം പത്തനംതിട്ടയിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവുകളും മറ്റു പ്രവർത്തന മണ്ഡലങ്ങളും വിശദമായി പ്രതിപാദിക്കേണ്ട ആവശ്യമില്ല. 25 ദിവസത്തിൻ്റെ ഒരു പ്ലാൻ പോലും ഇല്ല. ഇത് വെറുതെ നിഷേധാത്മകമായൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവർ വെറുതെ ഒരു കോർപ്പറേറ്റിനെയും ചീത്ത പറഞ്ഞ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള, ഏറ്റവും ജനസമ്മതനായ, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും ബഹുമാനം ആർജിച്ച, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വോട്ടോടെ വിജയിച്ച ഒരു പ്രധാനമന്ത്രിയെ പിതാവായ എ.കെ. ആന്റണിയുടെ ചില നല്ല ഗുണങ്ങൾ ഈ മകനിലും ഉണ്ടാകാൻ ഇടയുണ്ട്. യുവാവായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് പത്തനംതിട്ട ലോകസഭാ മണ്ഡലത്തിന് നൽകിയിട്ടുള്ളത്. മറ്റു 2 സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനെയും ആൻ്റോ ആന്റണിയെയും പരിഗണിക്കുമ്പോൾ ഏറ്റവും ഉചിതനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP പത്തനംതിട്ട മണ്ഡലത്തിന് നൽകിയിട്ടുള്ളത്. അനിൽ ആന്റണിയുടെ യുവത്വവും നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടും കൂടിച്ചേരുമ്പോൾ അത് പത്തനംതിട്ടയ്ക്ക് ഏറ്റവും നല്ല വികസനത്തിൻ്റെ ഒരു കാലമായിരിക്കും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഹിന്ദുക്കളെ പരിഹസിക്കുന്നതിന് കിട്ടുന്ന ഓരോ അവസരവും മുതലാക്കുന്ന ഒരു വ്യക്തിയാണ് തോമസ് ഐസക്. ശബരിമല സ്ഥിതി ചെയ്യുന്ന പാർലമെൻറ്റ് മണ്ഡലമായ പത്തനംതിട്ടയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ ശബരിമല യുവതീ പ്രവേശനത്തിന് അനുകൂലിക്കുകയും അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും അവിടെ നടന്ന നാമജപ പ്രതിഷേധത്തെ വളരെ പരിഹാസരൂപേണ ഇയാൾ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നാമജപ പ്രതിഷേധത്തെ തോമസ് ഐസക് അന്ന് വിലയിരുത്തിയത് തെറി നാമജപമെന്നാണ്. അതായത് തോമസ് ഐസക്കിനെ പോലെ വിവരദോഷിയായ ഒരാൾ കേരളത്തിൻ്റെ ധനകാര്യ മന്ത്രിയുടെ കസേരയിൽ എത്തിയിട്ടില്ല. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട പിടിക്കും. ഇദ്ദേഹം കൊണ്ടുവന്ന അടുത്തൊരു തട്ടിപ്പ് പദ്ധതിയാണ് കിഫ്ബി. കിഫ്ബിയിലൂടെ കേരളത്തെ പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് കേരളം തകർന്ന് തരിപ്പണമായി. ഇദ്ദേഹം തൊട്ടതെല്ലാം നശിക്കുമെന്നത് വാസ്തവമാണ്. KSRTCയെ 3 മാസം കൊണ്ട് പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതിലെ ജീവനക്കാർക്ക് ശമ്പളമോ പെൻഷൻ പറ്റിയവർക്ക് പെൻഷനോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. ഞാൻ KSRTCയിലായിരുന്നു. 30 വർഷം KSRTCയിൽ ജോലി ചെയ്തു. ഇപ്പോൾ പെൻഷനായിട്ട് 13 വർഷമായി. മോനെവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ മാതൃഭൂമിയിലുള്ള KSRTCയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 3 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. നിങ്ങളിതൊക്കെ ഒന്ന് വാർത്ത കൊടുക്കണം കേട്ടോ. നമ്മൾ വാർത്ത കൊടുക്കാത്തതുകൊണ്ടല്ലോ കേട്ടോ. നമ്മൾ എന്തുമാത്രം വാർത്തകളാണ് കൊടുക്കണം. നിങ്ങൾ വാർത്ത കൊടുക്കാത്തതുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വാർത്ത വരുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ദയനീയാവസ്ഥയിലാണ് പെൻഷൻകാരുടെ അവസ്ഥ. ആ നെല്ലിമുക്ക് ഉള്ളൊരു സത്യദാസ്, അയാൾ സ്ട്രോക്ക് വന്ന് എത്രയും നാളായി കിടപ്പിലാണ്. സത്യദാസിൻ്റെ വീട് എവിടെയാണ്? അത് ഈ വിഴിഞ്ഞം നെല്ലിമുടെന്ന് പറഞ്ഞ സ്ഥലത്താണ്.
അയാൾ 30 വർഷം തിരുവനന്തപുരം സെൻട്രൽ വർക്സിലെ ബോഡി ബിൽഡിംഗ് ഷോപ്പിൽ ജോലി ചെയ്ത ആളാണ്. ഇതാണ് സത്യദാസ്. 2008 KSRTCയിൽ നിന്ന് പെൻഷനായി. സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ വലതുഭാഗം തളർന്ന് കിടപ്പിലായിട്ട് 14 വർഷം. തോമസ് ഐസക് തൊട്ടതെല്ലാം നശിച്ചിട്ടുണ്ട്. അദ്ദേഹം തൊട്ടാൽ നശിക്കുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കേന്ദ്രം കൊണ്ടുവന്ന ഡിജിറ്റൽ പേയ്മെന്റ് നടപ്പാക്കുവാൻ സാധിക്കുകയില്ല എന്ന് പലവട്ടം പല വേദികളിൽ ഇദ്ദേഹം ഉന്നയിച്ചു. 90% ആളുകളും അസംഘടിത മേഖലയിൽ ജീവിക്കുന്ന രാജ്യത്ത് ഡിജിറ്റലാവാൻ പറ്റത്തില്ല. എന്താ നമ്മുടെ മീൻ കച്ചവടക്കാരൻ ഇനി ക്രെഡിറ്റ് കാർഡ് മേടിച്ച് മീൻ കൊടുക്കുമോ? നമ്മുടെ ആക്രിക്കാർ ചെയ്യും, പച്ചക്കറിക്കാർ ചെയ്യും. ഇതൊക്കെ ഒരു വാചകടി. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് ഡിജിറ്റൽ പേയ്മെന്റ് നടപ്പാക്കുകയും അത് പച്ചക്കറിക്കാരൻ മുതൽ മീൻ വിൽക്കുന്നവൻ വരെ ഇന്ന് നടപ്പാക്കി കാണിച്ചു കൊടുക്കുന്നു. ഈ വിഡ്ഢിക്ക് അതിന് മറുപടിയില്ല. അടുത്ത ഒരു വിഡ്ഢിത്തം ഇദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ പുനർജീവിപ്പിക്കാൻ റിസർവ് ബാങ്കിന് കുറച്ച് നോട്ടടിച്ച് തന്നാൽ പോരെയെന്നാണ് പറഞ്ഞത്. അതായത് എക്കണോമിക്സിൻ്റെ ബാലപാഠം പോലും ഇദ്ദേഹത്തിന് അറിയില്ല. അത്തരക്കാരെ തന്നെയാണ് ധനകാര്യമന്ത്രി ആക്കേണ്ടത്. ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അവസ്ഥ കാണുമ്പോഴും നമ്മൾ അത് തന്നെയാണ് മനസ്സിലാകുന്നത്. കയറുപിരിയിൽ ഡോക്ടറേറ്റ് കിട്ടിയവനെ ധനകാര്യമന്ത്രി ആക്കിയാൽ ഇതിൽ കൂടുതലൊന്നും കേരളം പ്രതീക്ഷിക്കേണ്ടതില്ല. കേരളം കണ്ട ഏറ്റവും മണ്ടനായ ധനകാര്യമന്ത്രിയാണ് തോമസ് ഐസക്. ഇദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആ കാലയളവ് പരിശോധിച്ചാൽ കേരളം സാമ്പത്തികമായി ഏറ്റവും അധപ്പതിച്ച ഒരു കാലവും അതിൻ്റെ പരിണിതഫലവും ഇന്ന് കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഒരു കാര്യത്തിനും ഇദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഇദ്ദേഹം ഇറക്കിയ മസാല ബോണ്ട് എന്ന് പറയുന്ന വൻ അഴിമതി കഥ ഇന്ന് ED പുറത്തു കൊണ്ടുവരികയും ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ച് പലവട്ടം വിളിപ്പിച്ചിട്ടും അതിൽ ഹാജരാകാതിരിക്കുന്നത് തന്നെ ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കേരളത്തെ വിഴുങ്ങാൻ വേണ്ടി ഒരു കോർപ്പറേറ്റും വരുന്നില്ല. ആർക്കും വേണ്ട. കേരളത്തിൽ വന്ന് നിക്ഷേപം നടത്തണ്ട. ബാംഗ്ലൂരോ ഗുജറാത്തിലോ ഹൈദരാബാദിലോ നിക്ഷേപം നടത്തിയാലും മലയാളി അവിടെ പോയി പണിയെടുത്ത് കൊടുത്തോളൂ. അതായത് ഇവിടെ വന്ന് നിൽക്കണമെന്ന് വല്ല ആവശ്യമുണ്ട്. ഇവിടെ ഭൂമി കിട്ടാനില്ല, വൈദ്യുതി ഇല്ല, റോഡില്ല. അതുകൊണ്ട് ഈ പുതിയ വ്യവസായങ്ങൾ കേരളത്തിലില്ല. കോർപ്പറേറ്റ് നിക്ഷേപം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും താഴ്ന്നത്, വടക്കിഴക്കൻ സംസ്ഥാനം ഒഴിച്ചാൽ താഴ്ന്നത് ഈ കേരളത്തിലാണ്. അപ്പോഴാണ് നമ്മുടെ തർക്കമൊക്കെ ഉണ്ടായി. അദാനിയോട് ഇപ്പോഴും ഒത്തുതീർപ്പ് വന്നു. രാഷ്ട്രീയമായിട്ട് ഒത്തുതീർപ്പില്ല. CPM-ന്റെ ലേഖനങ്ങളും കാര്യങ്ങളും നോക്കി വെച്ചാൽ മതി, നിലപാടുകളും ഒക്കെ. കേരളത്തിൽ വിമാനത്താവളം എടുക്കാൻ വന്നപ്പോൾ ആരാ എതിർത്തത്? ശശി തരൂര് അവർക്ക് അനുകൂലമായിട്ട് നിന്ന് കാണും. CPM എത്ര നിശ്ചിതമായ ചെറുത്തുനിൽപ്പ് നടത്തിയത്. അതുകൊണ്ട് അദാനിക്ക് കേരളത്തെ തീരെഴുതി കൊടുക്കലൊന്നുമല്ല. പക്ഷെ ഒരു സർക്കാർ കേരളത്തിൽ വന്ന് കരാറുണ്ടാക്കി. ആ കരാർ അടുത്ത സർക്കാർ ഏകപക്ഷീയമായി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ ഏത് മൂലധന നിക്ഷേപം കേരളത്തിലേക്ക് വരാൻ ധൈര്യപ്പെടുക? ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ കൊണ്ട് കേരളത്തിൽ നിക്ഷേപം ഇറക്കുവാൻ ആരും തയ്യാറാകാത്തതുകൊണ്ട് യുവാക്കൾ മറ്റു നഗരങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ട ഗതികേടാണെന്ന് തോമസ് ഐസക് തന്നെ തുറന്നു പറയുന്നു. ഇതിൽ നിന്നെങ്കിലും അന്തം കമ്മികൾക്ക് അവരുടെ നേതാക്കന്മാർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ മനസ്സിലാക്കിക്കൂടെ? ഇതുപോലെ ഒരു ആനമണ്ടനെ തന്നെ പാർലമെൻറ്റിലേക്ക് അയക്കേണ്ട ആവശ്യമുണ്ടോ? ഇദ്ദേഹം കൊണ്ടുവന്ന അടുത്തൊരു തട്ടിപ്പ് പദ്ധതിയാണ് കിഫ്ബി. കിഫ്ബിയിലൂടെ കേരളത്തെ പുനർനിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ട് കേരളം തകർന്ന് തരിപ്പണമായി. ഇദ്ദേഹം തൊട്ടതെല്ലാം നശിക്കുമെന്നത് വാസ്തവമാണ്. കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ നശിപ്പിച്ച ഈ ഭസ്മാസുരനെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് അയക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കുക. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം കൂടി തകർത്താലേ അവരാഗ്രഹിക്കുന്ന ഒരു ദരിദ്രാവസ്ഥയിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. പട്ടിണിയും പരിവട്ടവുമായി ഇവരുടെ കൊടിയും താങ്ങി നടക്കുന്ന ഒരു സമൂഹത്തെയാണ് അവർ എന്നും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കുറ്റിമടലിനെ പിടിച്ച് ഒരു കസേരയിലിരുത്തി അതിന് വോട്ട് ചെയ്യുവാൻ പറഞ്ഞാൽ ചെയ്യുന്ന അന്തം കമ്മികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അനുയായികളെന്ന് നല്ലവണ്ണം അവർക്കറിയാം. പ്രത്യേകിച്ച് മലയാളികളെപ്പോലെ മണ്ടന്മാർ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാകുകയില്ല. മതേതരത്വത്തിനു വേണ്ടി സ്വന്തം ജീവിതം തുലക്കുന്ന ഒരു സമൂഹം ഇതുപോലെ ഉണ്ടാകുമോ? കാപഢ്യം നിറഞ്ഞ മതേതരത്വമാണ് അവർ പോറ്റി വളർത്തുന്നതെന്ന് ഇവരറിയുന്നില്ല. പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ആൻ്റോ ആൻ്റണി. ഇദ്ദേഹം MP ആയത് തന്നെ PC ജോർജിൻ്റെ സഹായത്തോടു കൂടിയാണെന്ന് PC ജോർജ് തന്നെ പറയുന്നുണ്ട്. ഈ മാരണത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുവാൻ എന്താണ് മാർഗമെന്നാണ് PC ജോർജ് ചോദിക്കുന്നത്. അതായത് ആ മണ്ഡലത്തിന് ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. അത്തരത്തിലുള്ള ഈ MPമാരെ എന്തിന് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് തീറ്റിപ്പോറ്റേണ്ട ആവശ്യമൊന്നും ജനങ്ങൾക്കില്ല. അതുകൊണ്ട് ഇദ്ദേഹവും എടുത്തു പറയത്തക്കതായ ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനാണ്. ഇനി പ്രതികരിക്കേണ്ട സമയത്ത് ഇദ്ദേഹവും പ്രതികരിച്ച് കണ്ടില്ല. ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഇദ്ദേഹം പ്രതികരിച്ചതായി നമ്മൾ കണ്ടില്ല. അപ്പോഴും ഇവർ മൗന അനുവാദമാണ് ശബരിമല യുവതീ പ്രവേശനത്തിന് നൽകിയത്. ഇനി തീവ്രവാദത്തിന് വേണ്ട മൗന അനുവാദവും ഇവർ നൽകുന്നു. ആലപ്പുഴയിൽ അവലും മലരും കുന്തിരിക്കവും കരുതിക്കോ എന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊലവിളി മുദ്രാവാക്യം മുഴപ്പിക്കിയപ്പോഴും ഈ ആൻ്റോ ആൻ്റണിയുടെ വായിൽ നിന്ന് പോലും ഒരു അക്ഷരം അതിനെതിരെ വന്നില്ല. തോമസ് ഐസക്കും അതിനു മൗന അനുവാദം നൽകുക തന്നെയാണ് ചെയ്തത്. കാരണം ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യുവാൻ കൂട്ടുനിൽക്കുന്ന ഇവരെ എന്തിനാണ് MP-യായി തിരഞ്ഞെടുക്കുന്നതെന്ന് പത്തനംതിട്ടയിലെ ഓരോ വോട്ടർമാരും ചിന്തിക്കുക. ഇത്രയും പമ്പര വിഡ്ഢികളെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയച്ച് സമയം പാഴാക്കാതിരിക്കുക. ഇപ്പോൾ ഈ അടുത്തിടെ പത്തനംതിട്ടയിൽ ഒരു പള്ളിയിൽ കയറി പള്ളിയിലച്ഛനെ വരെ അവർ ഉപദ്രവിച്ചിട്ട് ഇവർക്കൊന്നും പ്രതികരിക്കുവാൻ കഴിഞ്ഞില്ല. തീവ്രവാദികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതായത് കേരളത്തിൽ നിന്ന് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണ പിന്തുണ ഇവർ ഇസ്ലാമിസ്റ്റുകൾക്ക് നൽകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിന് എന്തെങ്കിലും പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് വികസനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അനിൽ ആൻ്റണിയുടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം ഒരു ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MP-യോ മന്ത്രിയോ ഉണ്ടായാൽ അതിൻ്റെ ഫലവും പത്തനംതിട്ടയ്ക്കും കേരളത്തിനും ലഭിക്കുന്നു. കേരളത്തിൻ്റെ കഴിഞ്ഞ കാലം എടുത്താൽ 7 മന്ത്രിമാർ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ട് ഒരു കാര്യം പോലും കേരളത്തിന് നടപ്പാക്കി കൊടുക്കാത്ത നിർഗുണന്മാരാണ് UDFൻ്റെ മന്ത്രിമാരെന്ന് പലവട്ടം തെളിയിച്ചതാണ്. UDFനെ കൊണ്ടോ LDFനെ കൊണ്ടോ കേരളത്തിന് ഒരു ഗുണവും ഇനിയും ലഭിക്കുവാൻ പോണില്ല. ഇവർ വെറുതെ കപട മതേതരത്വം പ്രസംഗിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. യഥാർത്ഥ മതേതരത്വം എന്താണെന്നറിയാതെ ഇവർ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റിന് അനുകൂലമായ പ്രസ്താവനകൾ ഇറക്കുകയാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അനിൽ ആൻ്റണിയുടെ വിജയം ആഗ്രഹിക്കുന്നവർ 5 പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക.